വൈക്കത്ത് CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ തൂങ്ങി മരിച്ചു. തലയാഴം സ്വദേശി ചെല്ലപ്പൻ എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. CPIയുമായി നേരത്തെ മുതൽ ഇയാൾക്ക് പ്രശ്നമുള്ളതായി പറയുന്നു. ആദ്യം പ്രതികരണത്തിലേക്ക്. CPIയിലെ ശ്രീ സാനു പൂവം പണ്ടാരക്കണ്ടത്തിൽ രാജുവിൻ്റെ മകൻ, ശ്രീ പങ്കജൻ്റെ മകൻ ബിനീഷ് കുണ്ട്രാസ് എന്നു പേരുള്ള അറിയപ്പെടുന്ന ഇവരെൻ്റെ കൃഷികൾ വെട്ടി നശിപ്പിച്ചു. അത് CPIയുടെ പിൻബലത്തോടു കൂടിയാണ് ഇത്രയൊക്കെ ചെയ്തത്. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു വരുത്തി ഞാൻ തന്നെ കൃഷി നശിപ്പിച്ചത് ഇൻഷുറൻസ് വാങ്ങുന്നതിനായിട്ടാണെന്ന്. അങ്ങനെ CPI എന്നെ ഒത്തിരി പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി കൃഷികളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. 2010 ജൂലൈ മാസത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ വീണ്ടും CPI അഴിച്ചുവിട്ടു. ഇതിന് പ്രധാന കാരണം 2010 വൈക്കം താലൂക്ക് ഓഫീസ് പഠിക്കൽ നടത്തിയ നിരാഹാരമാണ്. പച്ചച്ചെളിയിൽ വൈക്കോലിട്ട് പച്ചച്ചെളി സമാനമായ മുട്ടുണ്ടാക്കി പുത്തമ്പാലം വടയാർ പുത്തമ്പാലത്തിൻ്റെ മൊബൈലൈസേഷൻ അഡ്വാൻസ് വാങ്ങുകയും പാർട്ട് ബില്ലും വാങ്ങിക്കൊണ്ടുപോയ ശ്രീ TN രമേശൻ 2 കാലുകൾ അക്കരെ ഇക്കരെ അല്ലാതെ വർക്ക് പൂർത്തീകരിച്ചിരുന്നില്ല, മുന്നോട്ട് പോയുമില്ല. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ ആ സമരം ചെയ്തത്. അതിന് ബദലായി എന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി CPIയുടെ ഗൂഢാലോചനപരമായി പുളിക്കാശ്ശേരി ശ്രീ പാപ്പിയുടെ മക്കൾ ബേബി, പവനൻ, തിലകൻ തുടങ്ങിയവരുടെ സഹായത്തോടും കൂടി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വഴി കെട്ടിയടയ്ക്കുകയും വീടിൻ്റെ ഫ്രണ്ടിൽ അതിന് കക്കൂസ് വെക്കുകയും ചെയ്തു. അത് വൈക്കം SI ആയിരുന്ന ശ്രീ സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ സംഭവം നടന്നത്. അതിന് നിയമയുദ്ധങ്ങൾ ഞാൻ ഒത്തിരി നടത്തി വഴി തുറക്കാൻ എനിക്ക് നിയമമില്ലായിരുന്നു. അത് നടക്കാതെ വരികയും ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും കൊല്ലുന്നതിനായി വീട്ടിലെത്തുകയും 16 ഉറക്ക ഗുളിക പാലിൽ ചേർത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അവർ മയങ്ങിയതിന് ശേഷം കൊന്ന് അവരെ ഡെഡ് ബോഡി ഡെസ്കിൽ കിടത്തിയതിന് ശേഷം ഒരു ഫ്ലെക്സ് അവരുടെ ദേഹത്ത് വിരിക്കുന്നതിനായി ഞാൻ കൊണ്ടുവന്നിരുന്നു. ആത്മഹത്യ ചെയ്ത തലയാഴം സ്വദേശി ചെല്ലപ്പന്റെ വാക്കുകളാണ് കേട്ടത്. ഇപ്പോൾ പ്രദേശവാസികൾ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക്. CPIയുമായി നേരത്തെ മുതൽ ഇയാൾക്ക് പ്രശ്നമുള്ളതായി പറയുന്നു. ഗുരുതര ആരോപണങ്ങളാണ് ഈ ആത്മഹത്യ ചെയ്ത കർഷകൻ ഉന്നയിച്ചത്. മൃതദേഹം എടുക്കാൻ BJP കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കുന്നില്ല. ഇതേ തുടർന്ന് സ്ഥലത്ത് നേരത്തെ തന്നെ സംഘർഷാവസ്ഥ ഉള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്തിൽ നിന്നും പ്രശാന്ത് ജോസഫ് കൂടി ചേരുകയാണ്. പ്രശാന്ത്, ഗുരുതര ആരോപണമാണ് ഈ ആത്മഹത്യ ചെയ്ത കർഷകൻ ഉന്നയിക്കുന്നത്. അത് നമ്മൾ കണ്ടു, പ്രദേശവാസികളുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടു. നേരത്തെ തന്നെ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു അവിടെ കോൺഗ്രസിന്റെയും BJPയുടെയും. നിലവിലെ സാഹചര്യം എന്താണ് അവിടെ? അശ്വതി, ഈ പുളിക്കശ്ശേരി ചെല്ലപ്പൻ എന്ന വ്യക്തി ഇന്ന് മൃതദേഹം ഇന്ന് രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇവിടെ തലയാഴത്തെ CPIയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കണ്ടെത്തിയത്. രാവിലെ പോലീസ് എത്തി മൃതദേഹം അഴിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. RDO സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകണമെന്ന ഒരാവശ്യമാണ് ഈ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് ഒരു ചെറിയ സംഘർഷാവസ്ഥയിലേക്ക് പോയത്. എന്നാൽ പോലീസ് ഇത് സ്ഥിതി നിയന്ത്രിക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളുകൾ ആവശ്യപ്പെടുന്നത് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ അത്തരമൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഈ ചെല്ലപ്പൻ്റെ മുമ്പ് പുറത്തു വന്നിരുന്ന ഒരു വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിരുന്നത് പോലെ തന്നെ CPIക്കെതിരെ വലിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്നതിനടക്കം CPIയുടെ പ്രവർത്തകർ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള ആരോപണമൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ മുമ്പ് CPI വിട്ട് BJPയിൽ ചേർന്ന K. അജിത്ത് ഇപ്പോൾ BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ K. അജിത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. അതിനുശേഷം തിരികെ വരാം. ഞാനത് രാവിലെ ഒരു 5:30 അറിയുന്നത്. ഞാൻ 6 മണിക്കൂടെ വന്നിരുന്നു. രാവിലെ തന്നെ വന്ന് ഇത് കണ്ടു. അതിനകത്ത് അന്വേഷണം നടത്തിയിട്ടാണ് പോയത്. പക്ഷേ എനിക്കൊരു സംശയം, ഇവിടെ ഞാൻ അറിഞ്ഞത് രാത്രി 12:30 മണി വരെ ഇവിടെ ആളുണ്ടായിരുന്നു എന്നറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ടായി. ആ ഫേസ്ബുക്കിൽ ആരോപണ വിധേയരായ ആൾക്കാർ ഇവിടെ രാത്രി ഉണ്ടായിരുന്നു. CPIയുടെ മണ്ഡല സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കണ്ടിരുന്നു, ഇത് അന്വേഷിക്കണമെന്ന്. തീർച്ചയായും ഇതൊരു സ്വാഭാവിക മരണമല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തേണ്ട പോലീസാണ്. ചെല്ലപ്പൻ ചേട്ടന് ദീർഘനാളാണ് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ അടുക്കള തോട്ടത്തിൽ
തൈകൾ തന്നിട്ടുന്ന ആളാണ്. അല്ലാതെ തന്നെ പുള്ളി പരാതികളൊക്കെ പറയുമ്പോൾ ഞാൻ 2006 മുതൽ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിൽ അദ്ദേഹത്തിന് ഷെഡ് തൊട്ടപ്പുറത്താണ്, അത് പൊളിച്ചു കളയുന്ന വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ട ആളാണ്. അന്ന് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ആരോപണവിധേയരായ ആൾക്കാർ തന്നെ ഇന്നും പുള്ളിക്കെതിരാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളി ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി ഫേസ്ബുക്കിലൂടെ. സ്വാഭാവികമായിട്ടും അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു സാഹചര്യം എനിക്ക് തോന്നുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസാണ് കണ്ടെത്തേണ്ടത്. പോലീസ് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ആൾക്കാർ മറ്റവരൊക്കെ ഉന്നയിച്ച കൂട്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ കൃത്യമായ നടപടിയിലേക്ക് പോകണം. ഒരു ഇലക്ഷൻ്റെ തിരക്കാണെങ്കിൽ പോലും ഞങ്ങളൊക്കെ ഇവിടെ ഓടിയെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ല, ഒരു CPIയുടെ മണ്ഡലം സെക്രട്ടറി അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിട്ട് ഞാൻ ശ്രദ്ധ വന്നു. അങ്ങനെ വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് എല്ലാം അന്വേഷിക്കണം. കാരണം രാത്രി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്ന ആൾക്കാർ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ വിട്ട് കാല് വയ്യാത്ത ഒരാളാണ്, വയ്യാത്ത ഒരാളാണ്. അദ്ദേഹം എൻ്റെ ചെയ്തു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ഒരു വയ്യാത്ത ആളിങ്ങനെ മുകളിൽ കയറി പോവുമോ, അത് ഉണ്ടോ അതൊക്കെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എന്തായാലും ഇതിൽ അസ്വാഭാവികത ഉണ്ടായെന്ന് വ്യാപകമായി ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് ആ പക്ഷത്ത് ഞാൻ നീക്കിയേ. അപ്പോൾ അശ്വതി, തിരികെ വരാം. അപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം, വിവിധ രാഷ്ട്രീയ കക്ഷികൾ അടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ ചെയ്ത ചെല്ലപ്പൻ അരയ്ക്ക് താഴേക്ക് ശേഷിയില്ലാത്ത ഒരാളാണ്, തളർന്നയാളാണ്. അദ്ദേഹം എങ്ങനെ ഇവിടെ എത്തി, ഇത്രയും ഉയരത്തിൽ കയറ് കൊണ്ട് കുടുക്കുണ്ടാക്കി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ആ ഒരു വിഷയത്തിലാണ് ദുരൂഹത ആരോപിക്കപ്പെടുന്നത്. ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരിക്കുന്നത്. ആ ഒരു ആവശ്യം മുൻനിർത്തി ആണ് മുൻപ് ആദ്യം ഈ മൃതദേഹം അഴിച്ചു നീക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചപ്പോൾ ഒരു പ്രതിഷേധവുമൊക്കെ ഉണ്ടായത്. ഇതേ തുടർന്ന് കൂടുതൽ ആളുകളേക്ക് ഇവിടെ എത്തുകയും കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തിച്ചേരുകയും ഒക്കെയായിരുന്നു. ഇപ്പോൾ ഇൻക്വസ്റ്റിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അതേസമയം നിരവധി ആളുകൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും അടക്കം പ്രവർത്തകരും നാട്ടുകാരും മരിച്ചയാളുടെ ബന്ധുക്കളും അടക്കം വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഈ പ്രദേശത്തുണ്ട്. ഇപ്പോൾ അല്പം മുൻപ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ആളുകൾ ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഈ ചെല്ലപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CPI നേതൃത്വത്തിനെതിരെയാണ് വലിയ വിമർശനം ഉയരുന്നത്. CPIയുടെ പല നേതാക്കൾക്കുമെതിരെ മുൻപ് വലിയ ആരോപണം ഈ മരിച്ച ചെല്ലപ്പൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും നടപടി ഉണ്ടായില്ല. പോലീസിലടക്കം പരാതി നൽകിയിരുന്നെങ്കിലും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണം ചെല്ലപ്പൻ തൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. താൻ മുൻപ് ആത്മഹത്യ ചെയ്യാൻ നീക്കം നടത്തിയിരുന്നു എന്നുള്ള ഒരു കാര്യവും ചെല്ലപ്പൻ ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു ആലോചന താൻ നടത്തിയിരുന്നുവെന്നും ചെല്ലപ്പൻ മുമ്പ് ആ വീഡിയോയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുകൃപ ഹോർട്ടിക്കൾച്ചർ നഴ്സറി ഒരു സ്ഥാപനം അദ്ദേഹം നടത്തിയിരുന്നു. അവിടെ നിന്നും മുൻപ് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി പരിപാലനത്തിന് വേണ്ട വിവിധ വശങ്ങൾ പരിശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഒരു നഴ്സറി നടത്തിയിരുന്നു. എന്നാൽ ഈ നഴ്സറിയുടെ പ്രവർത്തനം പല സമയങ്ങളിലും CPIയുടെ നേതാക്കളും പ്രവർത്തകരും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന ഒരു ആരോപണമായിരുന്നു അദ്ദേഹം ഉയർത്തിയിരുന്നത്. ഇതിന് ശേഷമാണ്. എന്നാൽ CPIയുടെ നേതാക്കൾ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പല ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ ഉയർത്തിയിരുന്നു. എന്നാൽ CPIയുമായുള്ള എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലല്ല, പ്രാദേശികമായുള്ള ചില വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതെന്നാണ്. CPIക്ക് ഈ വിഷയത്തിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല എന്നാണ് CPIയുടെ നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് CPIയുടെ പ്രാദേശിക നേതൃത്വവും ആവശ്യപ്പെട്ടുള്ളത്. കാരണം ഇവിടെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ രാത്രിയും ആളുകളുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഇവിടെ നടന്നത് എന്നുള്ളത് സംബന്ധിച്ച് അവർക്കാർക്കും ഒരു അറിവുമില്ല. ഏതായാലും ഇതിൽ ദുരൂഹതയുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ മണിക്കൂറുകൾ മാത്രം, വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആത്മഹത്യ നടന്നതിന് പിന്നിൽ വലിയ ദുരൂഹത ഉണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് CPIയും ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം CPI നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ K ബിനുമോനും അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായ K അജിത്ത്, അദ്ദേഹം മുൻപ് CPIയുടെ ഇവിടുത്തെ MLA ആയിരുന്നു. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപാണ് BJPക്കൊപ്പം ചേർന്നത്. അദ്ദേഹവും ഇവിടെ എത്തിയിരുന്നു. ഇവരൊക്കെ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ അരയ്ക്ക് താഴേക്ക് കാര്യമായ ചലനശേഷിയില്ലാത്ത ഈ വ്യക്തി എത്തരത്തിൽ ഇവിടെ സ്വയം വാഹനം ഓടിച്ചു വന്ന് ഇവിടെ ഇത്രയും ഉയരത്തിൽ 6 അടിയോളം ഉയരത്തിൽ കുടുക്കിട്ട് എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അശ്വതി.
ശരി, അതുതന്നെയാണ്. CPIക്കെതിരെ ഗുരുതര ആരോപണമാണ് BJP നേതാവ് വൈക്കത്തെ BJP സ്ഥാനാർത്ഥി K. അജിത്ത് ഒപ്പം കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നത്. വൈക്കത്തെ CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ തൂങ്ങി മരിച്ച നിലയിൽ തലയാഴം സ്വദേശി ചെല്ലപ്പൻ എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. CPIയുമായി നേരത്തെ മുതൽ ഇയാൾക്ക് പ്രശ്നമുള്ളതായി ഇയാൾ തന്നെ, ഈ ആത്മഹത്യ ചെയ്ത കർഷകൻ തന്നെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. മൃതദേഹം എടുക്കാൻ BJP കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെയും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യ വിവരങ്ങളാണ് പ്രശാന്ത് ജോസഫ് കോട്ടയത്തു നിന്നും നൽകിയത്.